നമ്മൾ തടി വയ്ക്കുമ്പോൾ അപ്പർ ബോഡിയിൽ ബെല്ലി ഫാറ്റ് വരുന്നത് പോലെ ലോവർ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തൈസ്. തൈസ് ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 യോഗ മൂവ്മെൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഉത്കടാസന ചെയർ പോസ്, മറ്റൊന്ന് ശലഭാസന. ഇത് രണ്ടും നമ്മുടെ കാലിനെ ടോൺ ചെയ്യാൻ, തൈസിനെ ഫാറ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആസന കൂടിയാണ് ഉത്കടാസനയും അതുപോലെ തന്നെ ശലഭാസനയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഉത്കടാസന ചെയർ പോസ്ചർ. ഇത് നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, നീ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതൊരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്ററാണ്. ഹോൾഡ് ചെയ്യാൻ ബിഗിനർ ലെവലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഗ്രാജുവലി നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു 10 കൗണ്ട് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ ഉയർത്തിപ്പിടിക്കുക, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്തുകൊണ്ട് കാലുകൾ കുറച്ച് ഷോൾഡർ ഡിസ്റ്റൻസിൽ വെക്കുക. എക്സെയിൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുക. ഈ പോസിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നീ ടോസിന് അപ്പുറത്തേക്ക് പോകരുത്. നീയും അതുപോലെ തന്നെ നമ്മുടെ ആംഗിളും സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കണം. നമ്മളൊരു ഇമാജിനറി ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. ഇൻഹെയിൽ കം അപ്പ്, എക്സെയിൽ ഹാൻഡ്സ് ഡൗൺ. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ സൈഡിൽ എങ്ങനെയാണ് ചെയറിൽ ഇരിക്കുന്നത് പോലെ എന്നുള്ളത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ, ഹോൾഡ്. 1 2 3 4 5. Inhale, come up and exhale, hands down. ഈ ഒരു പോസ് ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾ ചെയ്യുന്നത് നമ്മുടെ നീയിലേക്ക് അപ്പർ ബോഡി അപ്പർ ബോഡിയുടെ വെയിറ്റ് കൊടുക്കുന്നു. അതായത് നീ ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുന്നത് റോങ് ആണ്. എപ്പോഴും ബാക്കിലേക്ക് ഹിപ്പിനെ പുഷ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇൻഹെയിൽ കം അപ്പ് ആൻഡ് എക്സെയിൽ ഹാൻഡ്സ് ഡൗൺ. ഇത് നിങ്ങൾക്ക് ഒരു 5 ബ്രീത്ത് ചെയ്തതിന് ശേഷം ഗ്രാജുവലി ഒരു 10 to 15 കൗണ്ട് വരെ ഇത് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ശലഭാസനയാണ്. അതിന് മാറ്റിൽ കമഴ്ന്ന് കിടക്കാം. കൈ രണ്ടും ബോഡിയുടെ ഇരുവശത്തായിട്ട് മലർത്തി വെക്കുന്നു. ചിൻ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം. ത്രൂ ഔട്ട് പ്രാക്ടീസ് നമ്മൾ ഹെഡ് മുകളിലേക്ക് ഉയർത്തരുത്. ഇനി കൈ രണ്ടും ആദ്യം തൈസിന് താഴെ മലർത്തി വയ്ക്കുക. കാലിൻ്റെ ടോസ് പുറത്തേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇനി ആദ്യം നമ്മൾ അർദ്ധശലഭാസനയാണ് ഒരു ബിഗിനർ ലെവലിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം റൈറ്റ് ലെഗ് മുകളിലേക്ക് ഉയർത്തുക. നീ ബെൻഡ് ചെയ്യാതെ, നീ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. കാൽ എത്ര മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നു അത്രയും മുകളിലേക്ക് ഉയർത്തുക. എക്സെയിൽ, സ്ലോലി ഡൗൺ. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡ്, ഇൻഹെയിൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്, നീ സ്ട്രെയിറ്റ് and exhale, slowly down. ഇത് നമ്മൾ ചെയ്ത് അർദ്ധശലഭാസൻ. ഇനി പൂർണ്ണ ശലഭാസൻ. അത് ചെയ്യുന്നതിനായിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് 2 കാലും മുകളിലേക്ക് ഉയർത്തുന്നു. നീ ബെൻഡ് ചെയ്യരുത്. നമ്മുടെ കൈകൾ താഴെ പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കാലുകൾ മുകളിലേക്ക് ഉയർത്താൻ കഴിയുന്നത്. ത്രൂ ഔട്ട് പ്രാക്ടീസ് ഹെഡ് ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം. എക്സെയിൽ, സ്ലോലി ഡൗൺ. അഗൈൻ ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ഇൻഹെയിൽ ചെയ്യുന്നു, കാലുകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂട്ട് മസിൽസ്, ലോവർ ബാക്ക് ഇതെല്ലാം കോൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാലിൻ്റെ മസിൽസിന് നന്നായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. എക്സെയിൽ, സ്ലോലി ഡൗൺ, റിലാക്സ്. കൈയെടുക്കാം, റിലാക്സ് ചെയ്യാം. ഇതുപോലുള്ള യോഗാസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.